ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആലു പറാട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് 3rd ടൈപ്പ് ഓഫ് പറാട്ടയാണെന്ന് ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ആലു എന്ന് പറഞ്ഞാൽ അറിയാലോ, കിഴങ്ങ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പറാട്ടയാണ്. പിന്നെ ചപ്പാത്തി കഴിച്ച് മടുത്തവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കറിയൊന്നും ഇല്ലാതെ ചൂടോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കിഴങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മീഡിയം സൈസ് വലുപ്പമുള്ള കിഴങ്ങ് ഉപ്പിട്ടിട്ട് പുഴുങ്ങി എടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് കുക്കായിട്ടുള്ള കിഴങ്ങാണ്. ഞാനിതൊന്ന് ഒരു ഗ്രേറ്ററിലോട്ട് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉടച്ചെടുക്കുമ്പോൾ കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ നല്ലപോലെ പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുക്കുക. ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് മറ്റുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ചേർക്കുന്നത് പാലക്കിൻ്റെ ഇലയാണ്. അപ്പോൾ പാലക്കിൻ്റെ ഇല ഞാനൊരു ഹിന്ദി ചാനലിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പഞ്ചാബി സ്റ്റൈലിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക, പാലക്ക് ചേർത്തിട്ട് ഉള്ളിയൊന്നും ഇല്ലാണ്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ആ ടൈപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പാലക്ക് ചേർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാലക്ക് ഞാൻ ചെറുതാക്കി മുറിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഒരുപാട് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു 2-3 തണ്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പച്ചമുളകും 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. 2 ചെറിയ പച്ചമുളക് ചെറുതാക്കി മുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ഓൾറെഡി കിഴങ്ങിലുള്ളതാണ്, അപ്പോൾ കുറച്ചിട്ടാൽ മതി, ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലോട്ട് കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്, മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ തന്നെയാണ് ചേർത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സ്പൂൺ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പ് അവിടെ ഇവിടെയും പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതിവിടെ കുഴച്ചിട്ടുണ്ട്. ഓയിൽ കൊടുത്തുകൊണ്ട് നല്ല സ്മൂത്തായിട്ട് കിട്ടും നമുക്ക്. ഓയിൽ ജസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുക. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോൾസ് തന്നെ ആയിക്കോട്ടെ. ഈ ഒരു ബോൾസാണ് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് പരത്തേണ്ടത്. അപ്പോൾ ചപ്പാത്തി മാവ് ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റെസിപ്പി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ആട്ടപ്പൊടി, കുറച്ച് എണ്ണ, കുറച്ച് ഉപ്പ്, പിന്നെ പച്ചവെള്ളത്തിലാണ് കുഴച്ചിട്ടുള്ളത്. അപ്പോൾ ചൂടുവെള്ളം എടുത്താൽ ഒന്നുകൂടെ നന്നായിരിക്കും. പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 4 ബോൾസാക്കി മാറ്റുകയാണ്. 1 കപ്പ് ആട്ട കൊണ്ട് എടുക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ 4 ബോൾസാക്കി മാറ്റിയിട്ടുണ്ട് ഇതുപോലെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് പരത്തി ഓരോ പറാത്ത ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പത്തിരിപ്പലകയിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ബോൾസ് വെച്ചിട്ട് കുറച്ചുകൂടി പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഈ പൊടിയിൽ ആദ്യം ഓരോ ഉരുളകളെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം നല്ലപോലെ. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് നല്ല റൗണ്ടുള്ള നല്ല വലിപ്പമുണ്ടല്ലോ, ഓരോ ബോൾസും നല്ല വലിപ്പമുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 60% പരത്തിയാൽ മതി, മുഴുവനായിട്ട് പരത്തണ്ട. അങ്ങനെ പരത്തിയ ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾ ഉണ്ടല്ലോ അത് എടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ചധികം വലുപ്പമാണ് എന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചതിനൊന്ന് മാറ്റിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ബോളാക്കിയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ 4 സൈഡും, എല്ലാ സൈഡും, 4 സൈഡല്ല എല്ലാ സൈഡും മുകളിലോട്ട് കൊണ്ടുവരിക. ഇതുപോലെ ഞെറിഞ്ഞ് കൊടുന്നാൽ മതി. അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ സ്റ്റഫിങ് പോലെ വെച്ചിട്ടാണ് ഇനി പരത്തേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഇങ്ങനെ ഞെറിഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം ഒരുപാടുണ്ടെങ്കിൽ മാത്രം എടുത്തിട്ട് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്യണം, കാരണം അതിൻ്റെ ഉള്ളിലുള്ള കിഴങ്ങ് എല്ലായിടത്തേക്കും എത്തണം. നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നിറഞ്ഞ് നിൽക്കണം. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അവിടെ വീർത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ പരത്തി കഴിഞ്ഞാൽ അതങ്ങ് പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇതുപോലെ ഞാൻ റൗണ്ടൊക്കെ ഏകദേശം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇതുപോലെ
പരത്തിയെടുക്കാം. അപ്പോൾ വളരെ സൂക്ഷിച്ച് പരത്തുക, കാരണം അത്രക്കും സോഫ്റ്റാണ്. നമ്മുടെ ചപ്പാത്തീൻ്റെ മാവും നല്ല സോഫ്റ്റാണ്, അതിൻ്റെ ഉള്ളിലുള്ള കിഴങ്ങും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങ് പൊടി ഇട്ടിട്ട് തന്നെ പരത്തുക കേട്ടോ. പൊടി ഇടാണ്ട് പരത്തി കഴിഞ്ഞാൽ നമ്മുടെ പത്തിരി പലകയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കുക. ഇതുപോലെ തന്നെ എല്ലാ പറാത്തകളും പരത്തിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 എണ്ണേ ഉള്ളൂ. അപ്പോൾ അത് 4 അങ്ങനെ ചെയ്തെടുത്തിട്ട് ഇനി ഓരോന്ന് ചുട്ടെടുക്കേണ്ട ടൈമാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സൈഡായി വരുമ്പോൾ മറിച്ചിടുക. ഈ മറിച്ചിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഗീ പുരട്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബട്ടർ എടുക്കാം, ഏത് വേണമെങ്കിലും ആവാം കേട്ടോ. ഗീ ആവുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ 2 സൈഡും തേച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതിങ്ങനെ പൊന്തി വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ 2 സൈഡും നന്നായിട്ട് ആവുന്നത് വരെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. നല്ലപോലെ ചട്ടി ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടാണ് പറാത്ത ഇടേണ്ടത്. എന്നിട്ട് അതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റും ആയിട്ടുള്ള പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, കാരണം പാലക്കൊക്കെ ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ശരീരത്തിനും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്